ആടുജീവിതം ഓസ്കാർ പ്രാഥമിക പട്ടികയിൽ ഇടം നേടിയതിന്റെ സന്തോഷത്തിലാണ് സംവിധായകൻ ബ്ലസി. മികച്ച ചിത്രം എന്ന ജനറൽ എൻട്രി വിഭാഗത്തിലാണ് ചിത്രം മത്സരിക്കുന്നത്. നടക്കാനിരിക്കുന്ന വോട്ടിംഗിലും പ്രതീക്ഷയുണ്ടെന്നും സിനിമയുടെ സ്ക്രീനിങ്ങിന് ശേഷം മികച്ച അഭിപ്രായങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. നമ്മൾ ഡ്രീം ചെയ്യുക എന്ന് പറയുന്നത് നമുക്ക് ഒത്തിരി അകലെ ആയിരിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് അതിനെക്കൊണ്ട് ശ്രമിക്കാൻ പോലും കഴിയാത്ത രീതിയിലാണ്. അപ്പോൾ നമുക്ക് ഇന്ത്യയിൽ തന്നെ അതിലേക്ക് എത്തിയിട്ടുള്ള സിനിമകളുണ്ട്. പലതും ഈ ഓസ്കാർ എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കിയിരിക്കുന്നത് പോലെ അത് ലോകത്തിലെ ഒരു എല്ലാവരും റെക്കഗ്നൈസ് ചെയ്യുന്ന ഒരു വലിയൊരു അവാർഡാണെങ്കിൽ പോലും അതിൻ്റെ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് സിനിമയുടെ ക്വാളിറ്റിയെ മാത്രം നോക്കിയിട്ടുള്ളതല്ല. കാരണം ഇത്രയധികം ആൾക്കാരെ നമുക്ക് എങ്ങനെ സിനിമ കാണിക്കാൻ പറ്റുന്നു എന്നുള്ള അതാണ് അതിൻ്റെ അകത്തെ മുഖ്യമായ കാര്യം. അപ്പം അങ്ങനെ ഇത്രയും മെമ്പേഴ്സിനെ കാണിക്കുകയും അവരെ കൊണ്ട് വോട്ട് ചെയ്യിക്കുകയും ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് വേറെ വലിയൊരു പവർ ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമുക്ക് കണ്ടാൽ ഒരുവിധപ്പെട്ട എല്ലാം ഒരു വലിയ പ്രൊഡക്ഷൻ കമ്പനികളും കാര്യങ്ങളും ചെയ്യുന്ന സിനിമകൾക്കാണ് അത്തരം റീച്ച് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. കാരണം ഒരു വലിയ ഭാരിച്ച സാമ്പത്തിക ചെലവ് ആവശ്യമായിട്ടുള്ള, അപ്പോൾ നമ്മളെ പോലൊക്കെയുള്ള ഇൻഡിപെൻഡൻറ്റ് ഫിലിം മേക്കേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ആഗ്രഹിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് ഇതൊക്കെ. കാരണം അത്രയധികം വലിയൊരു ഒരു മേഖലയാണ്. വീണ്ടും നമ്മളൊരു ശ്രമം കൊണ്ട് അതിനുവേണ്ടി ഒരു ശ്രമം നടത്തിയെന്ന് മാത്രമേ. ബ്ലസി സംവിധാനം ചെയ്ത ആടുജീവിതം 97ാമത് ഓസ്കാർ അവാർഡിനുള്ള പ്രാഥമിക പട്ടികയിൽ 323 ചിത്രങ്ങളുടെ പട്ടികയിലാണ് ഇടം പിടിച്ചത്. 207 ചിത്രങ്ങൾക്ക് മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരത്തിനായി മത്സരിക്കാനാവും. അക്കാദമി അംഗങ്ങൾ വോട്ടിംഗ് പ്രക്രിയയിലൂടെയാണ് അന്തിമ ലിസ്റ്റ് തയ്യാറാക്കുക. 10 ചിത്രങ്ങൾ വരെയാണ് നോമിനേഷൻ പട്ടികയിൽ ഇടം നേടാറുള്ളത്. വോട്ടിംഗ് ശതമാനം ഉൾപ്പെടെ കണക്കാക്കിയ ശേഷമായിരിക്കും 2ാം റൗണ്ടിലേക്കുള്ള പ്രവേശനം. സി മലയാളം ന്യൂസ്, പത്തനംതിട്ട. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.